ഹായ് മക്കൾസ്, ഓണം എക്സാം അടുത്തെത്തി. ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു പ്രയാസം ഉണ്ടാവും. ഓരോ ചാപ്റ്ററും ഇങ്ങനെ ബൾക്കായിട്ട് കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ടെക്സ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ടല്ലേ. എടാ, എനിക്കൊക്കെ ഉണ്ടായ സംഭവം തന്നെയാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ, ചെറിയ ക്ലാസ് എന്നല്ല, ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ എത്ര ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് ആരെങ്കിലുമൊക്കെ ഒരാൾ പറഞ്ഞു തരാണ്ടെങ്കിൽ അടിപൊളിയല്ലേ. എന്തൊക്കെ പഠിക്കണം മോനെ, നീ ഇതൊക്കെ പഠിച്ചാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ കനം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അന്ന് എനിക്കൊരാളുണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ മക്കൾക്ക് ഇനി അങ്ങനെ ഒരാളുണ്ടാവാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 2 എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ റിവർ വാലി സിവിലൈസേഷൻ, നദീതട സംസ്കാരങ്ങളിൽ എന്താണ് പഠിക്കേണ്ടത്. 4 സംസ്കാരങ്ങളാണ് നമ്മൾ ഇതിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. 4 സംസ്കാരങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡസ് റിവർ വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം, അത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൽ പഠിക്കണം മറ്റൊരു കാര്യമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ. അപ്പോൾ സാറേ, ഇത് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പറഞ്ഞല്ലോ. എടാ, ഇത് ഞാനൊരു ഒരു എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ആദ്യം സെറ്റാക്കി തന്നതല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാൻ നോക്കാം. ഹാരപ്പൻ സിവിലൈസേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്ന്, ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്, അവിടുത്തെ നഗരങ്ങളുടെ സവിശേഷതകൾ പഠിക്കണം. നമുക്കറിയാം, ബേൺഡ് ബ്രിക്സ് ആണ്, ചുട്ടുപായ്ത്ത് ഇഷ്ടികൾ ഉപയോഗിച്ചിട്ട് അവർ എന്തുണ്ടാക്കിയിരുന്നു, നഗരങ്ങൾ, ടൗണുകൾ ഉണ്ടാക്കിയിരുന്നു, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരുന്നു, ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ ഗ്രാനറി അല്ലെങ്കിൽ ധാന്യപ്പുരകളെ പറ്റി നോക്കണം. ട്രേഡ്, അത് നിങ്ങൾ നോക്കണം. മറ്റൊരു കാര്യമാണ് അവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ്. അവരെന്തുണ്ടാക്കിയിരുന്നു, അവർ ടോട്ടോയ്സ് ഷെല്ല്, നമ്മളെ വളകൾ ഉണ്ടാക്കിയിരുന്നു, ഗോൾഡ്, ചെമ്പ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെന്ന് പറയുന്നത് ദ ഫാൾ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരം തകരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, തകർന്നു പോവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. 4 മാർക്കിനാണ് മക്കൾ ഇത് ചോദിക്കുക. 4 മാർക്കിന് ചോദിക്കും. എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാറെ ഒന്ന് പറഞ്ഞുതരുമെന്ന് വെച്ചാൽ അതിലെനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എപ്പോഴാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം തകർന്നു പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഫ്ലഡ് വന്നിട്ട്, വെള്ളപ്പൊക്കം വന്നിട്ട്, എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ, പിന്നെന്താ ഇൻവേഷൻസ്, ഫോറിൻ ഇൻവേഷൻസ്, വിദേശ ആധിപത്യം എന്ത് ചെയ്തു, അല്ലെങ്കിൽ വിദേശികളുടെ കടന്നു കയറി. പിന്നെ അതുപോലെ തന്നെ എന്താ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ ഇല്ലാതായി. ഇതൊക്കെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ കൃഷിയിടങ്ങളൊക്കെ ഇല്ലാതായി. ഇതാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിക്ലൈനിങ്, തകർച്ച, ഫോൾ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പഠിച്ചു. ഇനി ഈജിപ്തിൽ എന്താ പഠിക്കേണ്ടത്, പിരമിഡ് എന്താണെന്ന് പഠിക്കണം. പിരമിഡ് നമുക്കറിയാം, അവിടെ ഈജിപ്തിലെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ് മരിച്ച ആളുകളുടെ ബോഡി പ്രിസർവ് ചെയ്ത് എടുത്തു വെക്കും. ആ എടുത്തു വെക്കുന്ന ഒരു സിസ്റ്റത്തെ വിളിച്ചിരുന്ന പേരാണ് മമ്മി എന്ന് പറയും. എടുത്തു വെച്ച സിസ്റ്റത്തെ വിളിച്ച പേരാണ് മമ്മി. അപ്പോൾ നിങ്ങൾ ആ വൺ വേർഡ് കോളേജ് ഒക്കെ മമ്മി, ആ മമ്മി, ഇപ്പം എൻ്റെ ബോഡിയാണ് അത് എടുത്തു വെക്കുന്നത്, അതിനെ പറയുന്ന മമ്മി. ഈ മമ്മി എടുത്ത് കൊണ്ടുപോയിക്കുന്ന സ്ഥലമില്ലേ, ടോമ്പില്ലേ, അവരറിയപ്പെടുന്നവരാ പിരമിഡ്. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കണ്ടിട്ടില്ലേ, അതാണ് പിരമിഡ് എന്ന് പറയും. പിരമിഡ്. അതുപോലെ തന്നെ പാപ്പിറസ്, അവിടെ എന്തുണ്ടായിരുന്നു, ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൂടി നോക്കണേ മക്കളെ, ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആർട്ട് ഓഫ് റൈറ്റിംഗിന് അറിയപ്പെടുന്ന പേരാണ് ഹൈറോഗ്ലിഫിക്സ്. എന്തായിരുന്നു, ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയും. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയും. ആ ഹൈറോഗ്ലിഫിക്സ് ഇംഗ്ലീഷിൽ തരാം. എന്തായിരുന്നു, ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയും. ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ്, എഴുത്തുവിദ്യയാണ്. അപ്പോൾ സാർ എന്താ പാപ്പിറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലീവ്സ് ആണ്, ചെടിയിലായിരുന്നു എഴുതിയത്, ഒരു ചെടിയുടെ ഇലയിലാണ് എഴുതിയത്. ഏത് ചെടിയെന്ന് വെച്ചാൽ അത് പാപ്പിറസ് ചെടിയുടെ ഇലയിലാണ് എഴുതി. പിന്നെ അതുപോലെ തന്നെ അവർ ഭയങ്കര പ്രതിമകളൊക്കെ നിർമ്മിക്കുന്ന ആളുകളാണ്, സ്കൾപ്ചറിൽ ഭയങ്കര ഇതുണ്ട്, ആർട്ടിസ്റ്റിക് നല്ല സ്കില്ലുള്ള ആളുകളാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈജിപ്തിലെ സ്ഫിങ്സ്. നമ്മൾ പറഞ്ഞില്ലേ, സിംഹത്തിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട്, മനുഷ്യൻ്റെ തല, സിംഹത്തിൻ്റെ ഉടലി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കില്ല, നമ്മൾ ഓൾറെഡി ലൈവിൽ പഠിപ്പിച്ചതല്ലേ. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് എന്ത് ചെയ്യുക നോക്കിയേക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ 2 മാർക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയയിൽ എന്തുണ്ട്, ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ട്. ആർട്ട് ഓഫ് റൈറ്റിംഗിന് അറിയപ്പെടുന്ന പേരാണ് ക്യൂണിഫോം. ആ ക്യൂണിഫോമിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കി വെക്കണം.
അതുപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷൻ നോക്കണ്ടേ, അവിടുത്തെ ഒക്കുപ്പേഷൻ എന്താ, അവിടുത്തെ പ്രധാനപ്പെട്ടത് കൃഷി തന്നെയാണ്, അഗ്രികൾച്ചറാണ്. ഹൊയാങ്ങോ റിവറിലാണ് ഏതുണ്ടായത്, നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മാത്രമായിരുന്നില്ല, പിന്നെ സിൽക്ക് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പട്ട് നിർമ്മാണം ഉണ്ടായിരുന്നു, മേക്കിംഗ് പോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മൺപാത്ര നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നു, വീവിങ് നെയ്ത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ ഉണ്ടായ സംഭവമായിരുന്നു. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഇത്രയുമാണ് മക്കൾക്ക് ഈ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചവരാണോ, നിങ്ങൾക്ക് ചാടി ഗംഭീരമായിട്ട് സെറ്റായി ഹാപ്പി ആയിട്ട് എക്സാം ഹാളിലേക്ക് പോകാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഇതായിരിക്കും വരും വീഡിയോയിലൂടെ പറയും. അതുവരേക്കും കാണാം. ബൈ ബൈ.